ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലാനിങ് വീഡിയോ ആണ് ഗൈസ്. ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. 2 ദിവസം കൂടിയുള്ളൂ ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടി. ജസ്റ്റ് ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്നിനും ടൈം തികയാത്ത ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഞാൻ റഫായിട്ടൊരു പ്ലാനിങ് ഇപ്പം തയ്യാറാക്കുന്നുണ്ട്. ഇനി ഇത് പ്രോപ്പർ ആണെങ്കിൽ മാത്രം ഞാൻ ഒരു പെർഫെക്റ്റ് പ്ലാനിങ് ഉണ്ടാക്കും. ഏകദേശം ഒരു മൈൻഡിലൊരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും ദിവസം നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്ന് സത്യം പറഞ്ഞാൽ മടി പിടിച്ചിരുന്ന് എന്താ പറയുക, അതിന് പെട്ടെന്ന് തിരക്കിലേക്ക് പോകുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഞാൻ പൊതുവെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കി വെക്കുന്ന ആളാണ് കേട്ടോ. എങ്കിലും മാത്രമേ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു പ്ലാനിങ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർട്ടിനാണ്. ബിക്കോസ് ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ വളരെ പ്രൗഡ്ലി പറയാം ഞാനൊരു ആർട്ടിസ്റ്റാണെന്നുള്ളത്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളതാണ്. ഡെയിലി പ്രാക്ടീസ് അതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർട്ടിനാണ്. അതേപോലെ തന്നെ കാറ്ററ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഡെയിലി സ്കെച്ച് ചെയ്യണം. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഡെയിലി സ്കെച്ച് ചെയ്യണം, ഒരു പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എത്രമാത്രം അത് പോസിബിൾ ആണെന്ന് അറിയില്ല, കാരണം സ്കൂൾ തുറക്കുകയാണ്, അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ്. കാരണം എനിക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ് എടുക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ വേണം. അതേപോലെ അവരെ വാട്ടർ കളർ ആയാലും അവർ സ്കെച്ച് ചെയ്യാൻ പഠിപ്പിക്കണം, വാട്ടർ കളർ ചെയ്യിക്കണം. ഒരു UP മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും വാട്ടർ കളർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. പിന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ഒക്കെ തയ്യാറാക്കണം. അത് എൻ്റെ സ്കൂൾ ലൈഫിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനിയാണ് നമ്മൾ ഡെയിലി ലൈഫിലേക്ക് പോകുന്നത്. കാരണം ഇനിയുള്ള ശരിക്കും ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പം സാധാരണ വീട്ടമ്മമാരെ പോലെ തന്നെ എല്ലാ ജോലികളും ഉണ്ടാകും. കുക്കിങ്, വാഷിങ്, ക്ലീനിങ് തുടങ്ങി ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി 6 മണിക്ക് എണീറ്റാൽ നടക്കൂല ഗൈസ്. സ്കൂൾ തുറക്കുമ്പോൾ 5:30 തന്നെ എഴുന്നേൽക്കാണ് എൻ്റെ പ്ലാന്. എത്രമാത്രം പോസിബിളാവുമെന്ന് എനിക്കറിയില്ല. കാരണം 2 മാസത്തോളം 6 മണിക്ക്, 6:30, 7 മണി ഇങ്ങനെ എനിക്ക് തോന്നിയ സമയത്ത് എഴുന്നേറ്റതാണ്. ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല. പ്രോപ്പറായിട്ട് 5 മണി അല്ല 5:30 സമയത്ത് എണീറ്റാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുകയുള്ളൂ. കാരണം കൂടുതൽ സമയം വേണ്ടത് കുക്കിങ്ങിന് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ ലഞ്ചും പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഒരു 6:30 മുതൽ 7:30 മണി വരെ അതിനുള്ള ടൈം മാറ്റി വെക്കണം. അതിനിടയിൽ തന്നെ വാഷിങ് നടക്കണം. കാരണം വാഷ് ചെയ്യുന്നത് ഞാനല്ല, മെഷീനാണ്. അതുകൊണ്ട് അതിനുള്ള ടൈം അതിനു കൂടി നമ്മൾ മാറ്റി വെക്കണം. പിന്നെ അടിച്ചു വാരൽ, ക്ലീൻ ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ്. കാരണം അതിൽ കൂടുതൽ സമയമൊന്നും മാറ്റി വെക്കാനില്ല. പൊതുവേ എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെ ഏറ്റവും ചിന്തിപ്പിച്ച് ഇരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എന്ത് കുക്ക് ചെയ്യും, ഇന്ന് രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്ത് കറി വെക്കും, രാത്രി എന്തുണ്ടാക്കും. ഇതുതന്നെയാണ് എല്ലാവരെയും പോലെ എനിക്കും ഉള്ള ഡൗട്ട്. അതിന് ഞാൻ ആദ്യം ചെയ്തു നോക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡിൻ്റെ ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കും. ഒരാഴ്ച എന്തൊക്കെ കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങി വെക്കാനും ഒക്കെ നമുക്കതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റിനുള്ള, അതായത് ഏതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം അല്ല ഒരു ആഴ്ചയിൽ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. എന്താ വെച്ചാൽ അത് ഒരു പരിധിവരെ നമുക്ക് എന്താകും, ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ഓരോ ദിവസം സ്കൂൾ ടൈം എന്ന് പറയുന്നത് എനിക്ക് 9 o'clock സ്കൂളിലെത്തണം. 4:30 വരെയാണ് ഏകദേശം, അല്ല 4:30 അല്ല 4:15 വരെയാണ് സ്കൂൾ ടൈം എന്ന് പറയുന്നത്. പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് പിന്നെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 6 മണിയാകുമ്പോഴേക്കാണ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുക, ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളത് അതും പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഓരോ ദിവസവും എന്നോട് ഉമ്മ ഡെയിലി രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം, മോളെ ഇന്ന് രാത്രി എന്താ ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ ഇത് കേട്ട് എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും കേട്ടോ. കാരണം ഇതാണ് എല്ലാവർക്കും ഉള്ള പേടി. ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കും, ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള ടെൻഷൻ. വീട്ടമ്മമാർക്കുള്ള മെയിൻ ടെൻഷൻ എന്താണ് ഇന്നത്തെ ഭക്ഷണം
ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ടൈം 6:30 മുതൽ 7:30 വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നല്ല. കാറ്ററ്റ് മാത്രമല്ല PSCക്കൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തായാലും എനിക്ക് 1 മണിക്കൂറെങ്കിലും ടൈം ഒരു ദിവസം മാറ്റി വെക്കണം. അങ്ങനെ 8 മണി മുതൽ ഒരു 9:30 വരെയെങ്കിലും പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ബെഡ് ടൈം ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങണം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള മെനു എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരാഴ്ചത്തെയാണ്. ചപ്പാത്തിക്ക് മെയിനായിട്ട് എൻ്റെ വീട്ടിൽ ഗ്രീൻ പീസ് കറിയാണ് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് അതാണ് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ മെനു അതിന് കോമ്പിനേഷനായിട്ട് ഇവർ പ്രത്യേകം അത് തന്നെ വേണം അങ്ങനെയൊക്കെയുണ്ട്. ദോശയാണെങ്കിൽ ചെറുപയർ കറി ഉണ്ടായിരിക്കണം, ചപ്പാത്തി ആണെങ്കിൽ ഗ്രീൻ പീസ് കറി ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ കിട്ടണം, എങ്കിൽ മാത്രമേ എല്ലാവരും കഴിക്കുള്ളൂ. പുട്ടാണെങ്കിൽ പുട്ടും കടല, പുട്ടും പഴവും കഴിക്കുന്നവരങ്ങനെ. എൻ്റെ മോനാണെങ്കിൽ പുട്ടും ഓംലേറ്റും, അതാണ് അവന് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ രീതിക്കുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള രീതിക്കാണ് ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തെടുക്കുന്നത്. പിന്നെ അധികം വെള്ളിയാഴ്ചയാണ് പൂരി ഉണ്ടാക്കുക. പൂരീൻ്റെ കൂടെ വാജി വേണം ചിലർക്ക്. അത് മധുരത്തിൽ മുട്ട മധുരത്തിലിങ്ങനെ കലക്കിയെടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഓയിൽ വാട്ടിയെടുക്കുന്നത്, അങ്ങനെ ഒരു ടൈപ്പുമാണ് ചിലർക്ക്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നൂൽപുട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ മുട്ടക്കറി അല്ല ചിക്കൻ കറി ഇതാണ് വേണ്ടത്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഏകദേശം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കും ചില സമയം ഓർമ്മ ഉണ്ടാവില്ല. ചില സമയം ഇങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ദിവസവും ദോശയും ദിവസവും ചപ്പാത്തിയും തന്നെ ആയിപ്പോകാറുണ്ട്. കാരണം പെട്ടെന്ന് നമ്മൾ തിരക്കിൽ എന്തുണ്ടാക്കും എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കുന്നത് ഒരു പരിധിവരെ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം മടി പിടിച്ചിട്ട് ഞാൻ ഒരു ഗോതമ്പ് ദോശ ചുടാം രാവിലെ, കാരണം സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം മസാല ദോശ ചുടാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഊത്തപ്പം, മസാല ദോശ ഇതൊക്കെ വീട്ടിൽ ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉഴുന്ന് ആദ്യം പുതിർത്തിയൊക്കെ വെക്കണ്ടേ, അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു പ്ലാനിങ് ആഴ്ചയിൽ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ് തയ്യാറാക്കി വെക്കാറുണ്ട്. അതേപോലെ തന്നെ ലഞ്ചിന് ചോറിൻ്റെ കൂടെ ഒരു പച്ചക്കറി ഉണ്ടായിരിക്കണം. പച്ചക്കറി എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരിക്കണം. വെജ് കറി ഉണ്ടായിരിക്കണം, മീൻ കറി ഉണ്ടായിരിക്കണം. പറ്റുവാണെങ്കിൽ ഫ്രൈ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ വറവ് അല്ലെങ്കിൽ ഉപ്പേരി അത് നിർബന്ധമാണ്. സാമ്പാർ അല്ലെങ്കിൽ മോര് കറി, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ഏതെങ്കിലും പടവലങ്ങ, പൊട്ടിക്ക അല്ലെങ്കിൽ പച്ചക്കായ, ഇത് എന്തെങ്കിലും തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഉമ്മ ഒരു സ്പെഷ്യലായിട്ട് വെണ്ടയ്ക്ക ഒരു മുളക് കറി ഉണ്ടാക്കാറുണ്ട്. അത് അടിപൊളിയാണ്. വഴുതനങ്ങ അതേപോലെ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. അതേപോലെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാവും. അധികം ഇവിടെ ക്യാബേജ് അല്ല പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്. ബീട്രൂട്ട് കഴിക്കണമെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കഴിക്കാൻ ഭയങ്കര മടിയാണ്, കാരണം അതിന് ഇത്തിരി മധുരം ഉണ്ടാവുമല്ലോ. എനിക്ക് ഉപ്പേരിയെല്ലാമോ ഇത്തിരി എരിവൊക്കെ വേണം. ഉമ്മ ഇപ്പോൾ കുരുമുളക് ഇട്ടിട്ട് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയെങ്കിലൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നിർബന്ധമായിട്ട് ഇതൊക്കെ കഴിക്കേണ്ടി വരും ഞാൻ. മീൻ കറി ഉണ്ടാവും. മീൻ തേങ്ങ അരച്ചിട്ടാണ് അധികം ഉണ്ടാക്കുക, കാരണം മോന് മുളക് കറി വെച്ചാൽ കഴിക്കില്ല. അതുകൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പറേഷൻ നോക്കാം. അധികം ഗോതമ്പ് കൊണ്ടുള്ള ഫുഡ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. രാത്രി ചപ്പാത്തി, ചിക്കൻ കറി. എന്ത് ഗോതമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ദിവസവും ചിക്കൻ കറി തന്നെ വേണം. മോനത് നിർബന്ധമാണ്. മീൻ കറിയൊന്നും അവൻ രാത്രി കഴിക്കില്ല. പിന്നെ ഓരോ ആൾക്കും ഓരോന്നുണ്ടാക്കുന്ന മടിക്ക് ഞാൻ ചിക്കൻ കറി തന്നെ വെക്കും. പക്ഷേ ചിക്കനും കറീൻ്റെ രുചി ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. ഓരോ ദിവസം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പൊടി കൂട്ടിയിടും, അല്ലെങ്കിൽ കുറച്ചിടും, അല്ലെങ്കിൽ എന്തെങ്കിലും മസാല മാറ്റിയിടും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഞാൻ പരീക്ഷിക്കാറ്. പക്ഷെ ആരും ഒന്നും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടൂല എന്നുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും എന്ത് ഫുഡ് ഉണ്ടാക്കും, വണ്ടർഫുൾ, അതാണ് ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് ഞാനങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവർ കഴിക്കുന്നു, അവരുടെ ഒരു ഗതികേട് എന്ന് പറയാം. അങ്ങനെ ബട്ടൂര എൻ്റെ മോന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ബട്ടൂരയും ചിക്കൻ കറി. അല്ലെങ്കിൽ പൂരിയാണെങ്കിൽ മുട്ടക്കറി, പൊറോട്ടയാണെങ്കിൽ ചിക്കൻ കറി. പൊറോട്ട മീൻസ് മൈദ പൊറോട്ട ഉണ്ടാക്കാറില്ല, ഗോതമ്പ് പൊറോട്ടയാണ് ഉണ്ടാക്കാറ്. ദോശ എന്ന് പറയുമ്പോൾ മറ്റേ പച്ചരി ദോശ അല്ലെങ്കിൽ നമ്മളെ ഗോതമ്പ് ദോശ.
ഇടയ്ക്കൊരു ഊത്തപ്പമൊക്കെ ഉണ്ടാക്കും കേട്ടോ. രാവിലെ ആണ് പൊതുവെ എല്ലാവരും ഊത്തപ്പമൊക്കെ കഴിക്കുക. എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇടയ്ക്ക് ഉഴുന്ന വടയായിരിക്കും, ചായൻ്റെ കടിയാണല്ലോ ഉഴുന്ന വട, പക്ഷേ ഉഴുന്ന വടയായിരിക്കും ചിലപ്പോൾ രാത്രിയത്തെ ഫുഡ്. പിന്നെ കല്ലുമ്മക്കായൊക്കെ കിട്ടുകയാണെങ്കിൽ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത്. പിന്നെ ഉമ്മ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ കക്കറോട്ടി, മീനടയില്ലേ, മീൻ വെച്ച ഒറോട്ടി എന്ന് പറയും ഇവിടെ തലശ്ശേരിയിൽ. മീനട ഉണ്ടാക്കും ഉമ്മ. പിന്നെ ഈ കക്കറോട്ടി ഉണ്ടാക്കും. അങ്ങനെയുള്ള ഉമ്മാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഉമ്മ ഉണ്ടാക്കും. ഞാൻ ഇടയ്ക്ക് ഞാൻ ചെറിയ ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ ഉമ്മയാണ് കുക്ക് ചെയ്യുക. എൻ്റെ മോൻ രാവിലെ എണീക്കുമ്പം തന്നെ ചോദിക്കും, രാത്രി എന്താ ഉമ്മ ചിക്കൻ കറി ഇല്ലേ, ചിക്കൻ ഇല്ലേ, അല്ലെങ്കിൽ അവൻ പട്ടിണിയാ, അവൻ വേറൊന്നും കഴിക്കൂല. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ വീട്ടിലൊരവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ പ്ലാനിങ് ഇവിടെ അവസാനിച്ചു. നമുക്കിനി വീണ്ടും കാണാം.